ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം. നമുക്കതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാനാണ്. എനിക്കൊരു അബദ്ധം പറ്റി. കാരണം നമ്മൾ ഇത് കാരമലൈസ് ചെയ്യണതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിന് ഓർക്കാതെ ഒഴിച്ചു പോയതാണ്. പെട്ടെന്ന് കാരമലൈസ് ആയി പോയിരുന്നു, വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ. അങ്ങനെ ഷുഗറൊക്കെ കാരമലൈസ് ആയി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനിത് ഈ ഒരു പാക്കറ്റ് ബട്ടറില്ലേ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പക്ഷേ സോൾട്ടഡ് ബട്ടർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈനായിട്ട് വരാനായിട്ട്, മിക്സായി സെറ്റായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാടൊന്നും വറ്റിച്ച് തിക്നെസ് ആക്കി എടുക്കുന്നില്ല. ഞാൻ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലോട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാതെ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലേവറല്ല, നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു ആ ഒരു തിളച്ച് വരുന്ന ടൈമിൽ. പിന്നെ ഞാൻ ഇത്രയും വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രവും നമ്മുടെ ബ്ലേഡും ഒക്കെ നല്ല ഫ്രീസ് ചെയ്തെടുക്കണം. അത് പെട്ടെന്ന് ബീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഇതിലോട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ഒരുവിധം ബീറ്റായി വന്നപ്പോൾ ഞാൻ കുറച്ച് മാത്രം കാരമൽ സിറപ്പില്ലേ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടിത് വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടിന് ഒന്ന് വിപ്പ് ചെയ്തെടുത്തോളൂ. ഈ കാരമൽ സിറപ്പിൽ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി അത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് കൊതി വരും, അത്ര സ്മെല്ലാണ്. അതെ ഈ ഒരു സ്റ്റേജാകുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം കേട്ടോ. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ബ്രെഡ് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിട്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മളിത് ചെയ്യാൻ നിൽക്കേണ്ട, ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇതൊന്നും ചെയ്തില്ല. അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. സൈഡ് കട്ട് ചെയ്ത് വെറുതെ ഇതാക്കണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനത് മുഴുവനത്തോടെ തന്നെ അതിലിങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പില്ലേ, ഞാൻ ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിറപ്പും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മുടെ കാരമൽ സിറപ്പില്ലേ അതും കൂടി ഇങ്ങനെ ഇടക്കുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തത് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ക്രീമും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത്, ഒരുപാട് ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. കാരണം നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് പിന്നെ നമ്മളതിൽ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്നും ഷേപ്പൊന്നും ചെയ്ത് കൊടുത്തില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കാരമൽ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ റിപ്പീറ്റഡ് പ്രോസസ്സ് തന്നെ ചെയ്യുക. ബ്രെഡ് വെച്ച് കൊടുക്കുക, ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ നമ്മുടെ ക്രീമും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഇങ്ങനെ കാരമൽ സിറപ്പും കൂടി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പുഡിംഗ് ട്രേ ഒന്നും ഇല്ല. ഇനി അതൊക്കെ മേടിക്കണം. പുഡിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ സെറ്റ് ചെയ്തപ്പോൾ ഇത് അത്യാവശ്യം ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് പ്രോസസ്സാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം തിക്ക് കൺസിസ്റ്റൻസിയിൽ എടുക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത്ര ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് കഴിച്ചാൽ കണ്ട നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിന് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.